ഇന്നത്തെ നമ്മുടെ ഈ ചർച്ചയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഈ ചർച്ച തുടങ്ങുന്നതിന് മുൻപ് നിങ്ങൾ ഈ ചാനൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. നിങ്ങളുടെ പിന്തുണ ഞങ്ങൾക്ക് വളരെ പ്രധാനപ്പെട്ടതാണ്. അപ്പോൾ ശരി, നമുക്ക് വിഷയത്തിലേക്ക് കടക്കാം. എന്റെ പ്രിയ കൂട്ടുകാരൻ, സുന്നത്ത് ജമാഅത്തിന്റെ കാര്യങ്ങളിൽ അൽഹംദുലില്ലാ സജീവമായി അവിടുത്തെ സമയങ്ങൾ ദീനിന് വേണ്ടി ചെലവഴിക്കുന്ന ഒരു വ്യക്തിത്വമാണ്. അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളോട് മുഅ്മിനാത്തുകളോട് ഓർമ്മപ്പെടുത്തുന്നു, നമ്മളാൽ കഴിയുന്ന ഒരു ചെറിയ സഹായം അക്കൗണ്ടിലേക്ക് നിങ്ങൾ എത്തിച്ചു കൊടുക്കണം. നിങ്ങൾ നൽകുന്ന സ്വാലിഹായ സ്വതക്ക അല്ലാഹു നാളെ ദുനിയാവിലും ആഖിറത്തിലും വലിയ ഫലമുള്ള സ്വതക്കയായി അല്ലാഹു കബൂൽ ചെയ്യട്ടെ. നിങ്ങളെന്താ മനസ്സിലാക്കിയത്? എവിടെയാ നിങ്ങൾക്ക് പഴച്ചത്? ആരടുത്ത് ഞങ്ങൾ പോകുന്നത്? ശംസുൽ ഉലമക്ക് എന്താ പഴച്ചു എന്ന് വിശദീകരിക്കുന്നത്? പുത്തനാശയക്കാരോട് ബിദാത്തുകാരോട് കൂട്ടുകൂടാൻ പാടില്ല എന്നുള്ളത് ഇവിടെ സ്ഥിരപ്പെട്ട ഒരു ദീനിന്റെ നിയമമാണ്. അതിന് എതിരായി 89-ൽ ശംസുൽ ഉലമയുടെ ഭാഗത്തു നിന്നൊരു സഞ്ചാരമുണ്ടായി. അതുകൊണ്ട് നിങ്ങൾ എന്താ ചെയ്യാന്നറിയ, ഇപ്പൊ ജീവിച്ചിരിക്കുന്നവർ ഉത്തരം പറഞ്ഞാൽ മതി. എന്താണ് ശംസുൽ ഉലമക്ക് പഴച്ചത്? അവസാനം ശൈഖുനാ മടവൂർ പറഞ്ഞു, മടവൂർ പറഞ്ഞു, അവരുമായി നമുക്ക് ബന്ധമില്ല, അവരുമായി ബന്ധമുള്ളവരോടും ബന്ധമില്ല. വഹാബിയോടാണത്. ഇതാ മടവൂരിന്റെ ത്വരീഖത്ത് പഠിച്ചോ? മടവൂരിന്റെ ത്വരീഖത്ത് വഹാബിനോട് കടുത്ത ദേഷ്യം. അല്ലാഹുവിന്റെ ദീന് കൊണ്ട് ഇവര് പന്താട്ടം കളിക്കുകയല്ലേ. ശംസുൽ ഉലമയുടെ കൂടെ ഇരിക്കുന്ന ഫോട്ടോ കാരണം ഏതോ ഒരു മജ്‌ലിസിൽ ഇരുന്നവരെല്ലാവർ 4-5 ദിവസം ഒന്നിച്ച് ഒരേ സ്ഥലത്ത് കഴിഞ്ഞവരാണവർ. അങ്ങോട്ടും ഇങ്ങോട്ടും മെഹബത്ത് വെച്ചവരാണവർ. അതിന്റെ ഒക്കെ രേഖ എത്രയുണ്ട്? ഉസ്താദിനെ തന്നെ നമ്മൾ എടുക്കുക. ഉസ്താദ് മശായിഖന്മാരുമായി ബന്ധപ്പെട്ട് നീങ്ങിയതിന്റെ ശേഷം, അതിന് മുമ്പുള്ളത് പിന്നെ എടുത്തിട്ട് കാര്യമില്ല. അത് ചിലപ്പോ പല ജീവിതത്തിലുണ്ടാവും. ഇപ്പൊ നമ്മള് ഇബ്നു അബ്ദുസ്സലാമിനെ കുറിച്ച്, സുൽത്താനുൽ ഉലമാനെ കുറിച്ച് പറയുമ്പോൾ ആദ്യകാലത്ത് ഇബ്നു അറബി തങ്ങൾ എതിർത്ത കാലുണ്ട്. ആ കാലത്തിന് ശേഷം പിന്നെ മൂപ്പര് മശായിഖന്മാരുമായി ബന്ധപ്പെട്ട് ഷാദുൽ ഇമാമിന്റെ ആളായി ജീവിച്ച് മുന്നോട്ട് പോയതിനു ശേഷം എന്ന് പറഞ്ഞ പോലെ ഉസ്താദ് മശായിഖന്മാരുമായി ബന്ധപ്പെട്ട് ജീവിച്ചതിന്റെ ശേഷം എല്ലാ ഔലിയാക്കന്മാരെയും അംഗീകരിക്കുകയും അവർക്ക് വേണ്ടി ജീവിക്കുകയും ചെയ്യുന്നതാണ് നമ്മൾ കണ്ടത്. ശംസുൽ ഉലമ അത് ചെയ്തോ ഇല്ലേ? ശംസുൽ ഉലമ അല്ലാഹു അവിടുത്തെ ദറജ വർദ്ധിപ്പിക്കുമാറാകട്ടെ. എന്തെങ്കിലും അവിടുത്തെ ജീവിതത്തിൽ അങ്ങനത്തെ സല്ലാത്തുകൾ സംഭവിച്ചു പോയിട്ടുണ്ടെങ്കിൽ അല്ലാഹു മഗ്ഫിറത്തും റഹ്മത്തും പ്രദാനം ചെയ്യട്ടെ. നമ്മക്കതിൽ ആർക്കും ഒരു അഭിപ്രായ വ്യത്യാസമല്ലല്ലോ. എന്ത്, ഒരാളെ കയ്യിൽ അപാകത വന്നാൽ പരസ്പരം മുഅ്മിനീങ്ങളും തമ്മിലുള്ള ബാധ്യത, അവർക്ക് മഗ്ഫിറത്തിനും റഹ്മത്തിനും വേണ്ടി നമുക്ക് ദുആരക്കാലോ. ഉസ്താദിനേക്കാൾ വലിയ ശിഷ്യനുണ്ടായി. അള്ളാഹുവിന്റെ ഔലിയാക്കളുടെ കരുത്തിൽ വളർന്ന ഉസ്താദ്. ആ ഉസ്താദിന്റെ സമസ്തയിൽ നിന്ന് നിങ്ങൾ പിരിഞ്ഞു പോന്നതോടെ നിങ്ങളെ സർവ്വതും പൊളിഞ്ഞുപോയി. അതല്ലേ ഉണ്ടായത്? അല്ലാഹുവെ അല്ലാതെ ഞങ്ങൾ ഭയപ്പെടുകയില്ല. അതാ ഞങ്ങളെ താജുൽ ഉലമ പഠിപ്പിച്ചത്. സ്വന്തം ഉസ്താദ് പറഞ്ഞതിനെതിരെ പറഞ്ഞപ്പോ, ഉസ്താദിനെതിരെ എന്നൊരു വാദം വന്നപ്പോ ഹക്ക് ഞാൻ പറയും, അതിനെതിരെ ഉസ്താദ് പ്രശ്നമാണെങ്കിൽ പഠിപ്പിച്ച ഇൽമ എടുത്തോ എന്ന് പറഞ്ഞ നേതാവിന്റെ അനുയായികളായ ഞങ്ങൾ അത് പഠിച്ചു വെച്ചോളൂ. ശരിക്കും സമസ്ത നേരത്തെ ഷെയ്ഖുനാന്റെ അടുത്ത് ചെന്നവരോട് പറഞ്ഞതാണ്, സമസ്ത ഒന്ന് മാത്രമേ ഉള്ളൂ, ദീനിന്റെ കാര്യം നോക്കാൻ ഏപ്പിനെ കുഞ്ഞിക്കോളത്തങ്ങളെ ഏൽപ്പിച്ചിട്ടുണ്ട്, ഓരോരുത്തരും കൂടിപ്പോയി. ഷെയ്ഖുനാൻ നേരിട്ട് പറഞ്ഞ ആളുകൾ ഉസ്താദിന്റെ ആളാകാൻ നോക്കണ്ട. ഉസ്താദിനെ ഹുബ്ബ് വെക്കുന്ന ഒരാളെന്നുണ്ടെങ്കിൽ അത് ഹാഫിദ് ഉസ്താദാ. അത് നിങ്ങൾ മനസ്സിലാക്കി. അത് ഏതാ ഉറപ്പെന്നറിയോ? അത് മടവൂര് പറഞ്ഞ ഉറപ്പാ കേട്ടോ. അത് മാറൂല. അതാണ്. അതെല്ലാ ആലിമീങ്ങളെയും നിങ്ങൾ ഹുബ്ബ് വെക്കുന്നു. അദ്ദേഹത്തിന്റെ അനുഭവം പറയുന്നു ഒരു ഭാഗത്ത്, മറുഭാഗത്ത് അബൂബക്കർ മുസ്ലിയാർ അദ്ദേഹത്തിന്റെ അനുഭവം പറയുന്നു. അദ്ദേഹം പറയുമ്പോൾ അത് പറയാമെന്നും അപ്പുറത്തെ ആള് പറയുമ്പോൾ അത് ശരിയല്ല എന്നും എന്ത് മാനദണ്ഡം വെച്ചാ പറയുന്നത്? ശരിക്കു നോക്കുകയാണെങ്കിൽ ഈ നാടൻ പറയുന്നതിനാരും കൂടുതൽ വിശ്വസ്തത. അങ്ങനെ ഇയാള് ചിലപ്പോ അദ്ദേഹത്തിന്റെ സ്ഥാനം കൂടാനും മടവൂർ ശൈഖായിട്ടുള്ള ബന്ധം പറയാനും ജനറൽ സെക്രട്ടറിയായി നിലനിൽക്കാനൊക്കെ ഉള്ളത് പലതും ഊഹിച്ചു പറയും. റസൂലുള്ളാഹിന്റെ പേരിൽ തന്നെ ശിഷ്യൻ കള്ളത്തരം പറഞ്ഞിട്ട് തിരുത്താത്ത ആളാണ്. അപ്പൊ കള്ളത്തരം പറയാനും സാധ്യതയുണ്ട്.
എന്നല്ല ഔലിയാക്കന്മാരെ പേരിൽ തന്നെ ബാഹ്യമായി കളവ് പറഞ്ഞ ആളുമാണ്. ഇതെല്ലാം കൂടി നോക്കുമ്പോ കള്ളത്തരത്തിന് എവിടെ സാധ്യത? ഈ പറഞ്ഞ ആളിലാണ് സാധ്യത. ചരിത്രം സാക്ഷി, കാലം സാക്ഷി, ഖാലിദ് ബിൻ വലീദ് തങ്ങളുടെ പിൻഗാമിയായി വന്യരായ ആദർശ ഭാരതത്തിന്റെ അനുഗ്രഹീത നായക പടയോട്ടം തുടങ്ങുക, പടയോട്ടം തുടരുക. വിശ്വാസി വൃന്ദത്തിന്റെ കലവറയില്ലാത്ത പിന്തുണ. ആരെന്തു പറഞ്ഞാലും, ആകാശമിടിഞ്ഞു പൊളിഞ്ഞു വീണാലും, ഭൂമി രണ്ടായി പിളർന്നാലും പ്രവാചക വിശ്വാസികളുടെ, പ്രവാചക പ്രേമികളുടെ പിന്തുണ ശൈഖുന ഖമറുൽ ഉലമക്കുണ്ട്. ഇൻഷാ അല്ലാഹ് വന്യരായ കാന്തപുരം ഉസ്താദിന്റെ പിന്നിൽ തളരാത്ത മനസ്സോടെ, പതറാത്ത പാദത്തോടെ, ചിതറാത്ത ചിത്തത്തോടെ ഈ മഹത്തായ വിശ്വാസി വൃന്ദം വളരെ ശക്തമായി ഇനിയും മുന്നോട്ടാണ്. ഖാലിദ് ബിൻ വലീദ് തങ്ങൾ ധരിച്ച ചരിത്രത്തിന്റെ തനിയാവർത്തനം വന്യരായ കാന്തപുരം ഉസ്താദ് ഇവിടെ രചിക്കും ഇൻഷാ അല്ലാഹ്. അത് ഉറപ്പാണ്. അതുകൊണ്ട് പ്രിയപ്പെട്ട പ്രവർത്തകരെ, നമുക്ക് അഭിമാനിക്കാം നമ്മുടെ പ്രിയപ്പെട്ട ഉസ്താദ്. പിന്നെ അതിനെക്കുറിച്ചുള്ള വളരെ വിഷമകരമായ അഥവാ ഒരിക്കലും ആരോഗ്യപരമല്ലാത്ത സംസാരങ്ങൾ നമ്മൾ ആ ഭാഗത്തേക്ക് കടക്കുന്നില്ല, നമ്മൾ ആ ഭാഗത്തേക്ക് പോകുന്നില്ല. പറയുന്നവർക്ക് പറയാം. പക്ഷേ ഇവിടെ ദൗത്യവുമായി കാന്തപുരം ഉസ്താദിന്റെ ജൈത്രയാത്ര തുടരുകയാണ്. പറയുന്ന ആളുകളോട് പറയാനുള്ള ഒരു കാര്യം വിനയത്തോട് ഓർമ്മിപ്പിക്കുന്നു. ഒരു പള്ളിയിൽ നിന്നാണ് കാന്തപുരം ഉസ്താദിനെതിരെയുള്ള ആരോപണം പ്രതിയോഗികൾ ആരംഭിച്ചത്. അരീക്കാട്ട് നിന്നാണെങ്കിൽ ആ ഒരു പള്ളിയിൽ നിന്ന് തുടങ്ങിയെങ്കിൽ ഈ പള്ളിയോടുകൂടി നിങ്ങളുടെ ഒടുക്കമാണ് ഇൻഷാ അല്ലാഹ്. നിങ്ങളുടെ ഒടുക്കത്തിന്റെ തുടക്കമാണ് ഈ ആരംഭിച്ചിരിക്കുന്നത് എന്ന് വളരെ മാന്യമായ രൂപത്തിൽ മാത്രം ഈ സമയത്ത് ഓർമ്മപ്പെടുത്തി. അത്തരം മോശമായ പരാമർശങ്ങളിലേക്ക് കടന്നു വരാതെ സഹകരിക്കേണ്ടവർക്ക് സഹകരിക്കാം, അല്ലാത്തവർക്ക് മാന്യമായി നിൽക്കാം. ചോദിക്കട്ടെ, ബഹുമാനപ്പെട്ട കാന്തപുരം ഉസ്താദിന്റെ ആളാകാൻ നോക്കണ്ട. ഉസ്താദിനെ ഹുബ്ബ് വെക്കുന്ന ഒരാളെന്നുണ്ടെങ്കിൽ അത് ഹാഫിദ് ഉസ്താദാ. അത് നിങ്ങൾ മനസ്സിലാക്കി. അത് ഏതാ ഉറപ്പെന്നറിയോ? അത് മടപൂരി പറഞ്ഞ ഉറപ്പാ കേട്ടോ. അത് മാറൂല. അതാണ്. അതെല്ലാ ആലിമീങ്ങളെയും നിങ്ങൾ ഹുബ്ബ് വെക്കുന്നു. കാന്തപുരം അബൂബക്കർ മുസ്ലിയാരെ നേരിട്ട് വെല്ലുവിളിച്ച് മറുപടി പറയണം. നിങ്ങൾ വ്യാജ ഉലമാണെന്ന് പൂനൂരിൽ പോയി പ്രസംഗിച്ചിട്ട് ഏതെങ്കിലും ഒരുത്തൻ ഒരവരിയെങ്കിലും മറുപടി പറയാൻ പറ്റിയവർ ഉണ്ടായില്ല എന്നത് ചരിത്രം നിങ്ങൾക്ക് തന്ന ഏറ്റവും വലിയ തിരിച്ചടിയാണ്. എന്റെ ഐക്യ അബ്ദുൽ ഹമീദ് ഫൈസിയോടല്ലേ? അബ്ദുൽ ഹമീദ് ഫൈസി സുന്നിയാന്ന് വിശ്വസിക്കുന്ന ആളാ ഞാൻ. മനസ്സിലായോ? ഇവൻ കള്ളനാണെന്നുള്ളത് എല്ലാവർക്കും ബോധ്യപ്പെടും വിധത്തില് പടച്ച റബ്ബ് ഓനെ ഗ്ലോബൽ വില്ലേജിലാണ് കൊണ്ടുപോയിട്ടു. വൈലത്തൂർപ്പാപ്പ പറഞ്ഞല്ലോ ഓൻ ലോക കള്ളനാണ് എന്നുള്ളത്. അപ്പൊ ഗ്ലോബൽ വില്ലേജിൽ തന്നെ പടച്ച റബ്ബ് ഓനാണ് കൊണ്ടുപോയിട്ടു. അവിടെ പോയത് എങ്ങനെ? അർദ്ധനഗ്നരായ മദാമകളുടെ ഇടയിലൂടെയാണ് അവന്റെ സഞ്ചാരം. വലിയ മുരീദ് നൗഷാദ് മൗലവി പ്രസംഗിച്ചത് എല്ലാവരും കേട്ടില്ലേ? പെണ്ണുള്ള ഭാഗത്തേക്ക് പോകാൻ തന്നെ പാടില്ല. ഇങ്ങനെ ശരീഅത്തിൽ കർശന നിലപാട്. നേരത്തെ പെണ്ണിനെ കാണാതിരുന്നതാ, ഇപ്പൊ പെണ്ണ് വരുന്ന ഭാഗത്തേക്കേ പോകാതിരിക്കണം. അതാതൊരീക്കത്ത്. ഇവൻ പോയതോ പെണ്ണിനെ എവിടെ കിട്ടുന്നു ആ ഭാഗത്തേക്ക് അവൻ പോയത്. ആ പോയത് എങ്ങനെയാണ്? ആ പോയതോ രസം. ക്രിക്കറ്റ് കളിക്കാരെ തൊപ്പിയൊക്കെ ഇട്ടാണ്ട്, അതായത് ഇങ്ങനെയാണ് ഇപ്പൊ പോണത്. ഞാനുണ്ട്. അതേ ഇവന് കേരളത്തിലെത്തിയാല് എങ്ങനെയൊക്കെ ഓന് ഇങ്ങനൊക്കെ ഇതിപ്പോ ഈ മുണ്ടിപ്പതിന് തികയില്ല. പക്ഷെ ഓൻ്റെ ഒരു 4-5 മീറ്ററൊക്കെ ഉണ്ടാവും തോന്നേ. ഇങ്ങനെയൊക്കെയാണ് ഓന്. എന്നിട്ട് പിന്നെ പോരാത്തിന് ഇങ്ങനെ അന ശൈഖുൻ അന വലിയുൻ. സുഹൃത്തുക്കളെ, ഇവൻ കള്ളനാ. ആരും ആ ചെങ്ങായിൻ്റെ ഇനി പെട്ടുപോകരുത്. പെട്ടോലപ്പ അവസ്ഥ ഇപ്പൊ നമ്മളെല്ലാരും കണ്ടില്ലേ? പക്ഷെ അതിന്റെ ഒക്കെ അവസ്ഥ വൈരുദ്ധ്യത്തിന്റെ കലവറ. പച്ച നോണ പറയാ, തനി തമ്മാടിത്തരം പറയാ, ഇതന്നെ പണി. എന്നിട്ട് ഞങ്ങളാരെയും വ്യക്തിഹത്യ ചെയ്യാറില്ല, ഞങ്ങളാരെയും തെറി പറയാറില്ല. തെറി ഇങ്ങോട്ട് പറഞ്ഞാൽ തന്നെ ഞങ്ങള് പുകിട്ട് കൊടുക്കലാണ്. പുകിട്ട് കൊടുക്കലാണ്. അതാണ് ഞങ്ങൾ അനുയായികളെ പഠിപ്പിക്കുന്നത്.
അതിൽപ്പെട്ടൊരു അനുയായിയാണ് മേമാക്ക, ഉടുത്തം പുട്ട തെറിക്കാനാ. അപ്പൊ ഞാൻ പറഞ്ഞു വരുന്നത് ഇതൊക്കെ ഉഡായിപ്പാണ്, കള്ളത്തരം മാത്രമാണ് അവിടെ ഉള്ളത്. ആരും അതിൽ പെട്ടുപോകരുത് സുഹൃത്തുക്കളെ. ഇതൊക്കെ സുന്നത്ത് ജമാഅത്തിന്റെ ആലിമീങ്ങൾക്ക് വളരെ നേരത്തെ തിരിച്ചറിയാൻ കഴിഞ്ഞു. എവിടെയും എടുക്കാചരക്കായി മാറിയിട്ടുണ്ട്. നായി തൊട്ട കലം പോലെ എന്നൊക്കെ പറഞ്ഞിട്ടില്ലേ, അതുപോലെ ആയിട്ടുണ്ട് ഈ കുരുവട്ടൂരികളെ.